Hi friends, how are you? Last class we had taken a soothing song, Little Birds, The Teaching Bird, etc. And we have done activity 4 also. Today we are going to take the next part in page number 64, The Secret. Can we start? Okay. What do you see in that picture? Ivan is speaking to some birds, right? What might they have talking? Anyway, let's go and find out. That night, Ivan was listening to the song of the nightingale. Now he could understand its meaning. Ivan spoke. How did you learn our language? Flying towards him, the nightingale asked. Ivan told the whole story to the nightingale. I have a secret to tell you, the bird said. What is it? Ivan asked. The bird whispered the secret in Ivan's ears. Ivan, the merchant called him. The nightingale flew away. The secret, le. What is meaning by secret? രഹസ്യം le. Secret ആയിട്ടുള്ള കാര്യം, രഹസ്യമായിട്ടുള്ള കാര്യം. That night, Ivan was listening to the song of the nightingale. That night, ആ രാത്രി Ivan was listening. Ivan കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. To the song of the nightingale. നൈറ്റിംഗേളിന്റെ സോങ് ഇവാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. Now he could understand the meaning. അല്ലേ, ഇവാൻ ഇപ്പോൾ ലാംഗ്വേജ് അറിയില്ലേ, ബേർഡ്സിന്റെ ലാംഗ്വേജ് ഒക്കെ അറിയാം അല്ലേ. Now he can understand its meaning. അതിന്റെ മീനിങ് ഒക്കെ ഇവാന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. Ivan spoke to the bird in its language. ഇവാൻ എന്ത് ചെയ്തു, ഇപ്പൊ മനസ്സിലാക്കുന്നതുകൊണ്ട് തന്നെ ആ ബേർഡിന്റെ ലാംഗ്വേജിൽ ഇവാൻ എന്ത് ചെയ്തു, അവരോട് സംസാരിച്ചു അല്ലേ. ഹൗ ഡിഡ് യു ലേൺ അവർ ലാംഗ്വേജ്? ബേർഡ് ആകെ എന്തുവിട്ട് വണ്ടർ ആയിപ്പോയി അല്ലെ, അത്ഭുതപ്പെട്ടു പോയി. ഹൗ ഡിഡ് യു ലേൺ അവർ ലാംഗ്വേജ്? നിനക്ക് എങ്ങനെ ഞങ്ങളുടെ ലാംഗ്വേജ് പഠിക്കാൻ പറ്റി? ഫ്ലൈയിങ് ടുവേർഡ്സ് ഹിം അല്ലെ, അവന്റെ അടുത്തേക്ക് പറന്നുകൊണ്ട് ദ നൈറ്റിംഗേൾ ആസ്ക്ഡ്, നൈറ്റിംഗേൾ ചോദിച്ചു. ഇവാൻ ടോൾഡ് ദ ഹോൾ സ്റ്റോറി ടു ദ നൈറ്റിംഗേൾ. ഇവാൻ എന്ത് ചെയ്തു, ടോൾഡ്, ഇവാൻ പറഞ്ഞു, ദ ഹോൾ, ആ എല്ലാ സ്റ്റോറിയും, നടന്ന എല്ലാ സ്റ്റോറിയും ടു ദ നൈറ്റിംഗേൾ അല്ലെ, നൈറ്റിംഗേളിനോട് പറഞ്ഞു. ഐ ഹാവ് എ സീക്രട്ട് ടു ടെൽ യു. എനിക്ക് എന്തുണ്ട്, ഐ ഹാവ് എ സീക്രട്ട് ടു ടെൽ യു, എന്റെ കയ്യിൽ ഒരു സീക്രട്ട് ഉണ്ട്, ടു ടെൽ യു, നിന്നോട് പറയാൻ. ദ വേർഡ് സെഡ്, വേർഡ് പറഞ്ഞു. വാട്ട് ഈസ് ഇറ്റ്? ഇവാൻ ആസ്ക്ഡ്. അതെന്താ? ഇവാൻ ചോദിച്ചു. The bird whispered the secret in Ivan's ears. Birds എന്ത് ചെയ്തു, whispered. Whispered എന്ന് പറഞ്ഞാല് മെല്ലെ പറയാം, മന്ത്രിക്കുക എന്നാണ് whispered അർത്ഥം. The bird whispered the secret in Ivan's ears. ഇവാന്റെ ചെവിയിൽ ആ സീക്രട്ട് ബേർഡ് മന്ത്രിച്ചു. Ivan, the merchant called him. ഇവാൻ എന്നിട്ട് എന്തായാലും മെർച്ചന്റ് വിളിച്ചു. The nightingale flew away. പെട്ടെന്ന് ആ നൈറ്റിംഗിൾ എന്ത് ചെയ്യൂ, ഫ്ലൂ അവേ അല്ലെ, നൈറ്റിംഗിൾ പറന്നകന്നു. ഇവാന്റെ ആ ശബ്ദം കേട്ടപ്പോ നൈറ്റിംഗിൾ പറന്നു. The next one, a strange prediction. What is prediction? Predict ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? Prediction. Predict ചെയ്യാന്നാല് നമ്മൾ പ്രവചിക്കുക അല്ലെ, പ്രവചിക്കുന്നതിനാണ് predict ചെയ്യാന്ന് പറയാം. Who were you talking to? The merchant asked. I was talking to a nightingale, Ivan replied. Talking to a nightingale? How can you do that? I have learned the language of birds. The merchant stared at the Evans in disbelief. What were you talking about? Asking the merchant after a moment. Ivan was worried. He spoke in a broken voice. The nightingale said that I would become a king and you would become my servant. Who were you talking to? ആരുമായിട്ടായിരുന്നു നീ സംസാരിച്ചത്? മെർച്ചന്റ് ചോദിച്ചു.
I was talking to a nightingale. ഞാനൊരു നൈറ്റിംഗേളിനോട് സംസാരിക്കായിരുന്നു. ഇവാൻ replied. Talking to a nightingale? നൈറ്റിംഗേളിനോട് സംസാരിക്കേ? How can you do that? നിനക്ക് എങ്ങനെ ഇപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുക? എങ്ങനെ നിനക്ക് സംസാരിക്കാൻ പറ്റുക? I have learned the language of birds. അല്ലേ? ഇവൻ പറഞ്ഞു ഞാൻ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് പഠിച്ചിട്ടുണ്ട്. So I can talk. അല്ലേ? ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് പഠിച്ചാൽ പിന്നെ സംസാരിക്കാമല്ലോ. The merchant stared at Ivan in disbelief. മെർച്ചൻ്റ് ഏത് ചെയ്തു? സ്റ്റേഡ് എന്ന് പറഞ്ഞാൽ നോക്കി, തുറച്ചു നോക്കി. അറ്റ് യുവാൻ ഇൻ ഡിസ്ബിലീവ് എന്ന് പറഞ്ഞാൽ വിശ്വാസമില്ലാതെ. ദ മെർച്ചൻ്റ് സ്റ്റേഡ് അറ്റ് യുവാനെ ഡിസ്ബിലീവോട് കൂടിയിട്ട് മെർച്ചൻ്റ് സ്റ്റേഡ് ചെയ്ത് അല്ലേ, നോക്കി. വാട്ട് വെർ യു ടോക്കിംഗ് അബൌട്ട്? എന്ത് പൊട്ടത്തരാ നീ പറയുന്നത്? നീ എന്താണ് ഈ സംസാരിക്കുന്നത്? ആസ്ക് ദ മെർച്ചന്റ് ആഫ്റ്റർ എ മൊമെന്റ്. ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം, ഒരു നിമിഷത്തിന് ശേഷം മെർച്ചന്റ് ചോദിച്ചു. ഇവാൻ വാസ് വറീഡ്. അല്ലേ? വാട്ട് വെർ യു ടോക്കിംഗ് അബൌട്ട്? നീ എന്തിനെ പറ്റിയിട്ടാണ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്ന് കുറച്ചായിട്ട് മെർച്ചന്റ് ചോദിച്ചു. ഇവാന് ഭയങ്കര പേടിയായി. ഹി സ്പോക്ക് ഇൻ എ ബ്രോക്ക് വോയിസ്. ഇവാൻ ഇങ്ങനെ അടറിയ ശബ്ദത്തോടുകൂടി, ഇങ്ങനെ ബ്രോക്ക് മെല്ലെ മെല്ലെ പതിഞ്ഞ് മുറിഞ്ഞു പോയ ശബ്ദത്തോടു കൂടിയിട്ട് ഇവാൻ സംസാരിച്ചു. ദ നൈറ്റിംഗേൾ സെഡ് ദാറ്റ് ഐ വുഡ് ബിക്കം എ കിങ്. നൈറ്റിംഗേൾ എന്താ പറഞ്ഞത്? നൈറ്റിംഗേൾ സെഡ് ഐ വുഡ് ബിക്കം എ കിങ്. ഞാനൊരു കിങ് ആവും. ആൻഡ് യു വുഡ് ബിക്കം മൈ സെർവൻറ്റ്. എന്നിട്ട് നിങ്ങൾ ആരാവും? നിങ്ങൾ എൻ്റെ സെർവൻ്റ് ആവും. അണ്ടർസ്റ്റുഡ്? നെക്സ്റ്റ് വൺ, into the deep sea. The merchant was worried and remained sleepless for weeks. One night, the merchant gave Ivan a drink to make him drowsy. When Ivan had fallen asleep, the merchant laid him on a boat. He spread the white sails and pushed the boat into the open sea. Into the deep sea. Into the deep sea means deep sea ന്റെ ഉള്ളിലേക്ക് അല്ലേ? The merchant was worried and remained sleepless for weeks. അല്ലേ? മെർച്ചന്റ് എന്ത് ചെയ്തു? ഭയങ്കര വറീഡായി ഇത് കേട്ടപ്പോ. ആൻഡ് റിമൈൻഡ് സ്ലീപ്ലെസ്. എങ്ങനെയാണ്? ഉറക്കമില്ലാതെ കുറേ ദിവസം. സ്ലീപ്ലെസ് ഫോർ വീക്സ് അല്ലേ? വീക്കുകളിൽ ഉറക്കമില്ലാതെ നിന്നു, ആഴ്ചകളോളം. One night, the merchant gave Ivan a drink. ഒരു ദിവസം മെർച്ചന്റ് എന്ത് ചെയ്തു? ഇവാന് ഒരു ഡ്രിങ്ക് കൊടുത്തു. To make him drowsy. Drowsy means ഉറക്കം തൂങ്ങുക അല്ലേ? ഉറക്കം തൂങ്ങുന്നതിന് പോലെ, പെട്ടെന്ന് ഉറങ്ങുന്ന ഒരു മയക്കം വരുന്ന ഒരു ഡ്രിങ്ക് കൊടുത്തു. When Ivan had fallen asleep, ഇവാന് ഫെല്ലൻ അസ്ലീപ് എന്ന് പറഞ്ഞാൽ ഉറക്കത്തിലേക്ക് വീണപ്പോൾ അല്ലെങ്കിൽ ഉറങ്ങിയപ്പോൾ. ദ മെർച്ചന്റ് ലൈഡ് ഹിം ഓൺ എ ബോട്ട്. മെർച്ചന്റ് എവിടെ ചെയ്തു? ഇവൻ എന്ത് ചെയ്തു? ഒരു ബോട്ടിൽ കിടത്തി. ലൈഡ് ഹിം അല്ലെ, കിടത്തി. ഹി സ്പ്രെഡ് ദ വൈറ്റ് സെയിൽ അല്ലെ, എന്നിട്ട് എന്ത് ചെയ്തു? വൈറ്റ് സെയിൽസ് എന്ത് ചെയ്തു? സ്പ്രെഡ് ചെയ്തു. ആൻഡ് പുഷ് ദ ബോട്ട് ഇൻ ടു ദ ഓപ്പൺ സീ. എന്നിട്ട് എന്ത് ചെയ്തു? ബോട്ട് ഓപ്പൺ സീയിലോട്ട് പുഷ് ചെയ്തു. അണ്ടർസ്റ്റുഡ്? Now take activity 3 in page number 76. Activity 3 in page number 76. Okay. When Ivan opened his eyes, he was alone in a boat. He looked around. He could only see the endless sea around him. What could be the thoughts of Ivan? ഇവാന്റെ തോട്ട്സ് ആണ് ചോദിക്കുന്നത് അല്ലേ? വെൻ ഇവാൻ ഓപ്പൺഡ് ഹിസ് ഐസ്. ഇവാന് കണ്ണ് തുറന്നപ്പോ, മർച്ചന്റ് വിട്ടില്ലേ, അതിനുശേഷമാണ് ഈ ആക്ടിവിറ്റി ചോദിക്കുന്നത്. ഇവാന് കണ്ണ് തുറന്നപ്പോ ഹി വാസ് അലോൺ ഇൻ ദ ബോട്ട്. ഇവാൻ എങ്ങനെയായിരുന്നു? എലോൺ ആയിരുന്നു അല്ലെ, ഒറ്റക്കായിരുന്നു ആ ബോട്ടിൽ. ഹി ലുക്ഡ് അറൌണ്ട്. എന്നിട്ട് ഇവാൻ എന്ത് ചെയ്തു? ചുറ്റും നോക്കി. ഹി കുഡ് ഓൺലി സീ ദ എൻഡ്ലെസ് സീ അറൌണ്ട് ഹിം. ഇവാൻ എന്താ കാണാൻ പറ്റുന്നത്? അറ്റമില്ലാത്ത കടൽ മാത്രമേ ഇവാനെ കാണാൻ പറ്റുന്നുള്ളൂ. വാട്ട് കുഡ് ബി ദ തോട്ട്സ് ഓഫ് ഇവാൻ ദെൻ? ആ സമയത്ത് ഇവാന്റെ മനസ്സിൽ വരുന്ന തോട്ട്സ് എന്തൊക്കെയായിരിക്കും എന്നാണ്. എന്തൊക്കെയായിരിക്കും തോട്ട്സ്? വാട്ട് കുഡ് ബി ദ തോട്ട്സ്? അങ്ങനെ ഒരു അവസ്ഥയിൽ നിങ്ങളാണെങ്കിൽ എന്തൊക്കെയായിരിക്കും നിങ്ങളെ മനസ്സിൽ വരിക? നമ്മളാകെ അഫ്രൈഡ് ആയിട്ടുണ്ടാവും അല്ലേ? എന്തൊക്കെയായിരിക്കും? ഓ മൈ ഗോഡ്, ഐ ക്യാൻ ഓൺലി സീ ഹ്യൂജ് വേവ്സ് അല്ലേ? വേർ ആം ഐ? How did I reach here?
who put me here in the sea? Am I going to die? അല്ലേ? Who will save me? ആരാ എന്നെ സേവ് ചെയ്യാൻ വരിക? Nobody is there. അല്ലേ? നമ്മൾ ചുറ്റും nobody is there. അല്ലേ? Who will hear my cry? Oh God. അല്ലേ? God please help me. Save me. Like that we will tell. അല്ലേ? സോ ഇവാൻ അങ്ങനെ പറയുന്നതായിട്ട് എന്ത് ചെയ്യാം? ഇവാന്റെ തോട്ട്സ് എഴുതാം. So when we writing the thoughts, we have to read the question properly. എക്സാമിന് ചിലപ്പം ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ എങ്ങനെയായിരിക്കും തോട്ട്സ് പറയുന്നുണ്ടാവുക? ഒരാളുടെ തോട്ട്സ് എഴുതാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ ആളുടെ പേര് നമ്മൾ പിന്നെ ആ തോട്ട്സിൽ എഴുതരുത്. ഇപ്പൊ ഇവാന്റെ തോട്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഇവാൻ ഗോ ദെയർ, ഇവാൻ കം ദെയർ എന്നല്ല. ഇവാന്റെ തോട്ട്സ് എഴുതുമ്പോൾ ഇവാൻ വിൽ തിങ്ക് എഴുതാം, അല്ലെങ്കിൽ ഐ എന്ന് എഴുതാം. how can I go there? അപ്പോൾ ഇവാന് നിങ്ങളായിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ ഇവാന്റെ പേര് അതിൽ ചേർക്കാൻ പാടില്ല. അണ്ടർസ്റ്റുഡ്? ലൈക്ക് ദാറ്റ് യു ഹാവ് ടു റൈറ്റ്. So you have to write here 1 2 3 4 5 lines are there. Don't write point by point, you have to write as a paragraph. So just write 5 sentence, but don't write it point by point. Understood? Can you write? Okay. Shall we continue our chapter? Message from the cranes. For a long time, the boat moved about on the wave and finally on the waves and finally hit a large ship. The crew on the ship saw Ivan and felt pity for him. They took him to the ship. Standing on the deck, Ivan looked at the sky. High, very high up in the sky, Ivan saw some cranes. The cranes were predicting a storm. He said to the sailors, "Be careful. I hear the bird predicting a storm. Let us enter a harbor or we will be in danger." "You silly boy, keep quiet," the captain of the ship said. But Ivan requested him again and again. For a long time, കുറേ സമയത്തിന് ശേഷം, the boat moved about on the waves and finally hit a large ship. ബോട്ട് മൂവ് ചെയ്ത് വലിയ ലാർജ് വേവ്സ് ഒക്കെ കഴിഞ്ഞ് ഫൈനലി ഹിറ്റ് എ ലാർജ് ഷിപ്പ്. അല്ലെ? ഒരു ലാർജ് ഷിപ്പിൽ ഹിറ്റ് ചെയ്തു, ഇടിച്ചു. ദ ക്രൂ ഓൺ ദ ഷിപ്പ് സോ ഇവാൻ. അല്ലെ? ആ ഷിപ്പിലുള്ള ക്രൂസ് ഇവാനെ കണ്ടു. ആൻഡ് ഫെൽറ്റ് പിറ്റി ഫോർ ഹിം. പിറ്റി മീൻസ് പാവം തോന്നി. അല്ലെ? അവന്റെ ഒരു ദയ തോന്നി. പിറ്റി ഫോർ ഹിം, അവനോട് ദയ തോന്നി. ദേ ടുക്ക് ഹിം ഇൻ ദ ഷിപ്പ്. അവരെന്ത് ചെയ്തു? അവനെ ഷിപ്പിലേക്ക് എടുത്തിട്ടു. സ്റ്റാൻഡിങ് ഓൺ ദ ഡെക്ക്. അല്ലെ? ഡെക്കിൽ നിന്നുകൊണ്ട് ഇവാൻ ലുക്ഡ് അറ്റ് ദ സ്കൈ. ഇവാൻ സ്കൈയിലോട്ട് നോക്കി. ഹൈ, വെരി ഹൈ അപ്പ് ഇൻ ദ സ്കൈ. ഉയരത്തില്ലേ, നല്ല ഉയരത്തില്, അപ്പ് ഇൻ ദ സ്കൈ, സ്കൈയുടെ മുകളിൽ. ഇവാൻ സോ സം ക്രെയിൻസ്. അല്ലെ? ക്രെയിൻസ് എന്താ? കൊക്കുകൾ. അല്ലെ? കുറച്ച് കൊക്കുകളെ കണ്ടു. ദ ക്രെയിൻസ് വെർ പ്രിഡിക്റ്റിംഗ് എ സ്ട്രോം. ക്രെയിൻസ് എന്താ ചെയ്യുന്നു? അവര് സ്ട്രോം, അല്ലെ? ഒരു കൊടുങ്കാറ്റ്, ഒരു ഇങ്ങനെ ഇടിമുഴക്കൊക്കെ ഉള്ള ഭയങ്കര പെരുമഴയോട് കൂടിയിട്ടുള്ള കൊടുങ്കാറ്റിന് ഇങ്ങനെ അവർ പ്രിഡിക്റ്റ് ചെയ്യേണ്ടിയിരുന്നു, അവര് പ്രവചിക്കായിരുന്നു. ഹി സെഡ് ടു ദ സെയിലേഴ്സ്. അല്ലെ? ഇവൻ എന്ത് ചെയ്തു? സെയിലേഴ്സിനോട് പറഞ്ഞു, ബി കെയർഫുൾ, സൂക്ഷിക്കണം. ഐ ഹിയർ ദ ബേർഡ്സ് പ്രിഡിക്റ്റിംഗ് എ സ്റ്റോം. ഞാൻ എന്താണ് കണ്ടത്? ബേർഡ്സ് ഒരു സ്റ്റോം പ്രിഡിക്റ്റ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു. ലെറ്റ് us enter a harbor or we will be in danger. നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം? ഒരു ഹാർബറിൽ കയറാം, അല്ലെങ്കിൽ നമ്മളൊക്കെ എന്തെങ്കിലും ഡേഞ്ചറിലാവും, അപകടത്തിലാവും. യു സില്ലി ബോയ്, കീപ് ക്വയറ്റ്. സില്ലി ബോയ്, ചേളി ചെക്ക, ഒന്നും മിണ്ടാതിരിക്കെ എന്നൊക്കെ പറഞ്ഞു ക്യാപ്റ്റൻ. The captain of the ship said. ഷിപ്പിന്റെ ക്യാപ്റ്റൻ പറഞ്ഞു. But Ivan requested him again and again. പക്ഷെ ഇവാൻ എന്ത് ചെയ്തു? അദ്ദേഹത്തെ പിന്നെയും അദ്ദേഹത്തിനെ റിക്വസ്റ്റ് ചെയ്തു. എങ്ങനെയെങ്കിലും വണ്ടി കപ്പൽ നിർത്തണം, നമുക്ക് എവിടെ പോകണം, ഏതെങ്കിലും ഒരു ഹാർബറിൽ വണ്ടി നിർത്താം, കൊടുങ്കാറ്റ് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവാന് റിക്വസ്റ്റ് ചെയ്തു. അണ്ടർസ്റ്റുഡ്? So that's it today. Inshallah we will take in left parts in next class.